ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളും ഒരേപോലെ ഏകോപിപ്പിച്ചാൽ മാത്രമേ ജീവിതം സന്തോഷപൂർണമായി തീരുകയുള്ളൂ. ജീവനായിരിക്കുന്ന നമുക്ക് ശരീരം, മനസ്സ്, ബുദ്ധി എന്ന 3 ഉപകരണങ്ങളുണ്ട്. ഈ 3 ഉപകരണങ്ങളെയും ഒരേപോലെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതെങ്ങനെ ശുദ്ധീകരിക്കാം? നമ്മുടെ 3 പ്രധാനമായും ഒന്നാമത്തേത് വാക്ക്. വാക്കെന്നത് ഒരു കർമ്മേന്ദ്രിയമാണ്. നാവെന്നത് ഒരു രസനേന്ദ്രിയമാണ്. രസത്തെ അറിയുന്ന ജ്ഞാനേന്ദ്രിയം കൂടിയാണ്. അപ്പം നമ്മുടെ നാവ് കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും രണ്ടും അടങ്ങിയതാണ്. അതിൽ വാക്ക് ഏത് തരത്തിലുള്ളതായി തീരണം എന്ന് ഒരു കവി പറയുന്നു. കർമ്മങ്ങളിന്ദ്രിയം നന്നാ അടക്കി തന്നെ വാഴുകയാൽ ശുദ്ധീകരിച്ചു കൊള്ളേണം ഈ 3 മടിയെന്നിയേ. കർമ്മങ്ങൾ ഇന്ദ്രിയം നന്നായി അടക്കി തന്നെ വാഴുകയാൽ, ഇന്ദ്രിയങ്ങളെ നന്നായി നമ്മൾ വേണ്ട വഴിയിലേക്ക് മാത്രമേ തിരിച്ചുവിടാവൂ. വേണ്ടാത്ത വഴിയിലേക്ക് ഒരിക്കലും അതിനെ വിടരുത്. അതിനാൽ ഇന്ദ്രിയ നിയന്ത്രണം ഈ ലോകത്തെ മുഴുവൻ ജയിച്ചതിന് സമാനമാണ്. ഏതൊരാൾക്കാണോ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിയുന്നത്, അയാൾക്ക് ലോകം മുഴുവൻ ജയിച്ചാലുണ്ടാകുന്ന സംതൃപ്തിയായിരിക്കും ഉണ്ടാവുക. കർമ്മങ്ങൾ ഇന്ദ്രിയം നന്നായി, നമ്മുടെ കർമ്മങ്ങളും ഇന്ദ്രിയങ്ങളും നന്നായി അടക്കേ തന്നെ വാഴുകയാൽ, അതിനെ നന്നായി അടക്കിയാൽ നമ്മൾക്ക് എന്താണ് ഉണ്ടാവുക? ശുദ്ധീകരിച്ചു കൊള്ളേണം. നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കും. ഈ 3 മടിയെന്നിയേ, ഒരു മടിയും കൂടാതെ ഈ 3നെയും നമ്മൾ ശുദ്ധീകരിക്കണം. എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? നമ്മുടെ വാക്ക് സത്യമായിരിക്കണം. സത്യം മാത്രമേ പറയൂ. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളത്? സത്യമായിട്ടുള്ളതെന്തോ? സത്യം പരം ധീമഹി. ഏറ്റവും മഹത്തായ ബോധമാണ് സത്യം എന്ന് പറയുന്നത്. സത്യം പരം ധീമഹി. മഹത്തരവും ശ്രേഷ്ഠവുമായ ബോധമാണ് സത്യം എന്ന് പറയുന്നത്. അത് പറയാൻ പറ്റുന്നതല്ല. എങ്കിലും നമ്മളിവിടെ ആ സത്യം നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളത് മാത്രമേ പറയാവൂ. സംഭവിച്ചത് മാത്രമേ പറയാവൂ. ഇല്ലാത്ത വസ്തുക്കൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയുന്നതും മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്നതുമായ വാക്കുകളെയാണ് കളവ് അല്ലെങ്കിൽ അസത്യം എന്ന് പറയുന്നത്. അസത്യം ഒരിക്കലും നാം പാലിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് സത്യം നമ്മൾ പാലിക്കുക. സത്യമാണ് വാക്കിനെ ശുദ്ധീകരിക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന 3 ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മുടെ മുമ്പത്തെ മറ്റു ശാസ്ത്രങ്ങൾ യാതൊന്നും നിന്നിച്ചിടരുതൽപ്പവും കേൾക്കൂ സത്യത്തിനാൽ വാക്കും മനസ്സീശ്വര ചിന്തയാൽ. കേൾക്കുക, സത്യമാണ് നമ്മുടെ വാക്കിനെ ശുദ്ധീകരിക്കുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് ഈശ്വര ചിന്ത കൊണ്ട്. അപ്പോൾ വാക്ക്, മനസ്സ്, ശരീരം, ഈ 3 നമ്മൾ ശുദ്ധീകരിക്കണം. എന്നാൽ എവിടെയാണോ ഈ 3 പരിശുദ്ധമായിരിക്കുന്നത്, അവിടെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം. വാക്ക് സത്യം കൊണ്ടും, മനസ്സ് ഈശ്വരചിന്ത കൊണ്ടും, ശരീരം യജ്ഞ നിഷ്കാമകർമ്മം കൊണ്ടും
സത്കർമ്മങ്ങളെ കൊണ്ടും നിഷ്കാമവും സത്തായിട്ടുള്ള കർമ്മം കൊണ്ടും പുണ്യകർമ്മം കൊണ്ടും ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. കുളിയാൽ ചളി പോണ്ടേഹേ, ചളി ചിത്തത്തിൻ്റെ പോകയില്ലേതും. നമ്മളിന്ന് ശരീരം ശുദ്ധമാവുന്നത് ഒന്ന് കുളിച്ചാലാണ്. അത് താൽക്കാലികമായ ഒരു ശുദ്ധീകരണം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതും ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നതും. അതിനാൽ സൽക്കർമ്മം കൊണ്ട് ശരീരവും ഈശ്വരചിന്ത കൊണ്ട് മനസ്സും സത്യം കൊണ്ട് വാക്കും ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം നമ്മുടെ വാക്കിനെയും മനസ്സിനെയും ശരീരത്തെയും മൂന്നും ഒരേപോലെ ശുദ്ധമാകുമ്പോൾ തൽസ്ഥാനത്ത് സർവേശ്വരൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവമാകുന്നതാണ്. ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നാം തന്നെ ജീവിതത്തിൽ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ജീവിക്കുന്ന പക്ഷം നമുക്ക് പരമമായ ശ്രേയസ്സും പരമമായ സുഖവും സംതൃപ്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ച് അതിനനുസരിച്ച് ശ്രേഷ്ഠമായ വിധത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. മറ്റൊരു ജീവിക്കും ഇത് സാധ്യമല്ല. കർമ്മങ്ങളിന്ദ്രിയം നന്നായി അടക്കി തന്നെ വാഴുകയാൽ ശുദ്ധീകരിച്ചു കൊള്ളേണം ഈ മൂന്നും മടിയന്നിയേ.